ഒരു 8 മണി എന്ന് പറഞ്ഞപ്പോഴും ഒരു 8:15, 8:30, 8:45, 9, 9:15, 9:30, 10 വരെ നോക്കി. ഇപ്പൊ നോക്കിയപ്പോ 10:10 ഇവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്ക്. 10:10 എന്നോട് വാങ്ങിച്ച പറഞ്ഞു ഇനി വേറൊരു ദിവസം വരണം. ഞാൻ പറഞ്ഞു ഞാൻ ഇനി വേറൊരു ദിവസം വരുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല, അത് ജയിച്ചിട്ടുള്ള കേരളത്തിൽ 140-ൽ പാറ പോലെ ഉറപ്പുള്ളത് ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ അതിലൊന്ന്. അതുകൊണ്ട് ഞാനിനി ഇവിടെ കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ആവേശം മുഴുവൻ എത്തേണ്ടത് ബൂത്തിലാണ്, ഓരോ വീടുകളിലുമാണ്, ഓരോ വോട്ടർമാരിലേക്കുമാണ്. നമ്മള് ഈ ആവേശം, ഈ പങ്കാളിത്തം രാത്രി 12 മണിയോട് അടുക്കുമ്പോൾ പോലും ചോരാത്ത ഈ ആവേശം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ വീടുകളിലേക്ക് പ്രവർത്തകരെത്തണം. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പത്തിന് തീരും. ഇന്നിപ്പോ 26 ഈ മാസം 27 ആയില്ലേ, 12 മണി ആവാറായി, 27 ഈ മാസം ഇനിയുള്ളത് എത്രയാ? 4 ദിവസം. അടുത്ത മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, 8-ാം തീയതി സൈലന്റ്, 7-ാം തീയതി കൊട്ടിക്കലാശം, ബാക്കിയുള്ള 4 ദിവസം. 10 ദിവസം കൊണ്ട് അടുത്ത 5 വർഷം കേരളമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ എന്റെ നിങ്ങളുടെ മുമ്പിലുള്ള അഭ്യർത്ഥന, ഈ ആവേശം മുഴുവൻ കാസർഗോഡിന്റെ യുവത, UDYF ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും ഒരു വാക്കെനിക്ക് തരണം. ഈ 10 ദിവസം ഞങ്ങളുടെ ബൂത്തുകളിൽ ഞങ്ങൾ സജീവമായി ഉണ്ടായിരിക്കും. അതൊന്ന് കൈയടിച്ച് പാസ്സാക്കി തരും മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, വേറൊന്നും പറയാനില്ല. ഉജ്ജ്വല ജയത്തിന് ശേഷമുള്ള സ്വീകരണത്തിന് ഉറപ്പായിട്ടും മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് ഞാൻ വരും. ഒരു കാര്യം, സ്വീകരണത്തിന്റെ ഡേറ്റ് വെച്ചോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു വളവില് 4 ഹോർഡിംഗ് ഉണ്ട്, അതിൽ 3 ഹോർഡിംഗ് മൂപ്പരുടെ മുഖമാണ്. ആരെയെന്ന് മനസ്സിലായല്ലോ. സർക്കാർ കുറച്ചു ദിവസമായിട്ട് PR-ന്റെ തള്ളും ഏർപ്പാടൊക്കെ ആയിരുന്നു. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിലുണ്ടായിരുന്ന കത്രിക 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തിട്ട് അവര് ചോദിക്കും ഇനി ഒരു വട്ടം കൂടെ തരുമെന്ന് നമ്മളോട്. അപ്പോ ആ ലോഡിംഗ് 3 എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടാൽ ആളുകൾ അപ്പ തീരുമാനിക്കും വോട്ട് ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല, താങ്ങില്ല, അതെടുത്ത് ദൂരെ കളയുമെന്ന കാര്യത്തിന് സംശയമാണ്. അത് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. പിന്നെ മറ്റേ ടീം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവിടെ നിന്ന് അയക്കുന്ന കത്തിൽ പോലും മറ്റവരുടെ ചിഹ്നമാണ് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിഹ്നം ഇവിടെ വിരിയില്ല എന്നുള്ള കാര്യത്തിന് ജാഗ്രതയോടെ ഇനിയുള്ള 10 ദിവസം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക. നല്ല ഭൂരിപക്ഷത്തോടെ വാങ്ങിച്ച് ജയിച്ചു വരുന്നത് കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ ആവേശമെല്ലാം വേണ്ടത് ബൂത്തുകളിലാണ്. അവിടെ സജീവമായിട്ട് ചെറുപ്പക്കാരുണ്ടാവണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിനന്ദിക്കാൻ വേണ്ടി നിങ്ങളുടെ MLA-നെ വിളിക്കുമ്പോൾ MLA എന്നോട് പറയണം, നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ ചെറുപ്പക്കാരൊക്കെ ബൂത്തിലുണ്ടായിരുന്നു കേട്ടോ എന്ന് MLA എന്നോട് പറയണം. പറയിപ്പിക്കുമോ? ഉറപ്പാണോ? വാക്കാണോ? കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ